സത്യം പറഞ്ഞാൽ ഈ ഒരു കെരാറ്റിൻ മാസ്കിൻ്റെ റിസൾട്ട് കണ്ട് ഞാൻ ഞെട്ടി. അടിപൊളിയായിരുന്നു കേട്ടോ. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറേ നാളായിട്ട് ഞാൻ മുടിയിൽ എന്തെങ്കിലും ഒന്നെങ്കിൽ ഹെയർ കട്ട് ചെയ്യണം അല്ലെങ്കിൽ ഹെയറിൽ എന്തെങ്കിലും ഒരു ട്രീറ്റ്മെന്റ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാനിങ്ങനെ കെരാറ്റിൻ ട്രീറ്റ്മെന്റ് ചെയ്യാം എന്ന് ഫസ്റ്റ് നമ്മളിതാണ് കെരാറ്റിൻ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കെരാറ്റിൻ ചെയ്താലോ എന്ന് വിചാരിച്ചപ്പം ഇനിയിപ്പോൾ എന്തായാലും അന്ന് ഓഫർ കിട്ടിയതാണ്. ഇന്നിപ്പോൾ എവിടെ ഞാൻ ഓഫർ കണ്ടില്ല. അപ്പോൾ ഈ ഒരു ഹെയർ എന്തായാലും കെരാറ്റിൻ ചെയ്യണമെങ്കിൽ ഏകദേശം ഒരു 15,000 എബോവ് ആവും. സോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത്രയും നാൾ നീണ്ടു നിന്നില്ലെങ്കിലും നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് ഒരു കെരാറ്റിൻ മാസ്ക് ഞാൻ ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം നമ്മൾ ഇതിനു മുന്നും ഇത് എനിക്ക് തോന്നുന്നു ഒരു 1 year ബാക്ക് നമ്മൾ ഇതേപോലത്തെ ഒരു കെരാറ്റിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇന്ന് നമ്മളൊരു കെരാറ്റിൻ്റെ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. വളരെ ചെറിയ വിലയിൽ, അതായത് ഇതിന് ആകെ വേണ്ടത് 2 പഴം, കുറച്ച് ചോറും പിന്നെ 2 വൈറ്റമിൻ ഇ ക്യാപ്സൂൾ മാത്രമാണ് വേണ്ടത്. പിന്നെ ഒരു ഇത്തിരി തൈരും കൂടെ വേണം കേട്ടോ. അപ്പം ഇത്രയും മാത്രം മതി. ചുരുങ്ങിയ പൈസയെ ആകുന്നുള്ളൂ നമുക്ക് വീട്ടിൽ തന്നെ കെരാറ്റിൻ ട്രീറ്റ്മെന്റ് ചെയ്യാൻ. നമ്മളൊരു ബ്യൂട്ടി പാർലറിൽ പോയി ചെയ്യുന്ന അത്രയും ആ ഒരു എഫക്റ്റും അതുപോലെ തന്നെ അത്രയും നാളും ഡ്യൂറേഷനും നിൽക്കത്തില്ല. അത്രയും പെട്ടെന്ന് തന്നെ പോകും. ഒരാഴ്ച 2 ആഴ്ച എന്നാലും റിസൾട്ട് നീണ്ടു നിൽക്കുന്നതായിരിക്കും കേട്ടോ. അപ്പം നമുക്ക് ആ ഒരു കെരാറ്റിൻ മാസ്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തതെന്ന് കണ്ടാലോ. അപ്പം അതിന് മുന്നേ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ട് ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പം നമുക്ക് എങ്ങനെയാണ് ഈ ഒരു നമ്മുടെ കെരാറ്റിൻ പാക്ക് ഉണ്ടാക്കുന്നത് നോക്കാം. ഒരു 2 കപ്പ് വേവിച്ച അരി എടുക്കുക. ആ അരി നിങ്ങൾ മിക്സിയിലിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക കേട്ടോ. എൻ്റെ കയ്യിൽ മിക്സി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇതേപോലെ ഒന്ന് ഇടിച്ച് ഒന്ന് ഇതാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നിങ്ങൾ ഗ്രൈൻഡ് ചെയ്താലും ചെയ്തില്ലെങ്കിലും ഒരു കോട്ടൺ തുണിയിൽ അത് നല്ലോണം പിഴിഞ്ഞ് അതിൻ്റെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പോർഷൻ മാത്രം നമുക്ക് മതി. കാരണം നിങ്ങൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ഹെയർ മാസ്കിൻ്റെ ടെക്സ്ചർ എങ്ങനെ ഉണ്ടാവും അതുപോലെ ആയിരിക്കും നമ്മളിത് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ. നല്ലോണം തന്നെ ഒന്ന് പിഴിഞ്ഞെടുക്കുക. അതുപോലെ തന്നെ 2 ഏത്തപ്പഴം കൂടെ ഇതേപോലെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് ഇതേപോലെ ഒരു കോട്ടൻ്റെ തുണിയിലിട്ടിട്ട് ഒന്ന് പിഴിഞ്ഞ് ഇതേപോലെ അതിൻ്റെ ആ ഒരു എസൻസ് മാത്രം എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമ്മുടെ അരിയും അതുപോലെ തന്നെ ഈ ഒരു ഏത്തപ്പഴവും കൂടെ നല്ലോണം തന്നെ മിക്സ് ചെയ്യുക. വേണ്ടവർക്ക് ഇതിലൊരു മുട്ടയുടെ വെള്ളയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ 2 വൈറ്റമിൻ ഇ ക്യാപ്സൂളും ഒരു കുറച്ച് തൈരും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. 2 വൈറ്റമിൻ ഇ ക്യാപ്സൂൾ എന്ന് പറയുന്നത് എൻ്റെ മുടിയുടെ ലെങ്ത്തിനനുസരിച്ചുള്ളതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നല്ലോണം തന്നെ ഇളക്കി യോജിപ്പിക്കുക. ഇളക്കി വന്നു കഴിയുമ്പോൾ അതൊരു തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിലോട്ട് എത്തുന്നതായിരിക്കും. അങ്ങനെ നല്ലോണം തന്നെ ഇളക്കി ഇതേ പരുവത്തിൽ ആക്കിയെടുത്തതിന് ശേഷം ഒരു അടപ്പുറപ്പുള്ള പാത്രത്തിനകത്തോട്ട് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. ഈ ഒരു ഹെയർ മാസ്ക് നല്ലോണം തന്നെ തലയുടെ അതായത് സ്കാൽപ്പ് തൊട്ടിട്ട് നമ്മുടെ കംപ്ലീറ്റ് ഹെയർ ലെങ്ത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ലോണം അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 30 മിനിറ്റ്സെങ്കിലും തലയിൽ വെക്കുക. അതിനുശേഷം തലമുടി ഒന്ന് വാഷ് ചെയ്യുക. നോർമലി ഷാമ്പൂ കണ്ടീഷണറുടെ ആവശ്യം വരുന്നില്ല. കാരണം ഇത് തന്നെ നിങ്ങളുടെ മുടിക്ക് നല്ലൊരു സ്ട്രെയിറ്റനിങ് അതുപോലെ നല്ലൊരു ഷൈനിങ്ങും തരുന്നതായിരിക്കും. മുടിയുടെ വളർച്ചയ്ക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് അരി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മുടി നല്ലോണം തന്നെ വളരാനും മുടിയുടെ ഡാമേജിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ മുടിയുടെ റൂട്ട് തൊട്ടിട്ട് തന്നെ മുടിയെ നല്ല സ്ട്രോങ് ആക്കി വെക്കാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു കെരാറ്റിൻ മാസ്ക് ആണ് ഇത്. കെരാറ്റിൻ എന്ന് പറയുന്നത് തന്നെ ഒരു പ്രോട്ടീൻ ട്രീറ്റ്മെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് 2 ആഴ്ച വരെയൊക്കെ ഇതിൻ്റെ റിസൾട്ട് കിട്ടുന്നതായിരിക്കും. ഇതായിരുന്നു എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന എൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്. ഈ വീഡിയോയിൽ ഞാൻ സ്തംഭിച്ച് നിൽക്കുന്നതായിട്ട് കാണാം. കാരണം ഞാൻ വിചാരിച്ചതിനെക്കാട്ടിലും ഒരു റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടാകും. നിങ്ങൾക്ക് എൻ്റെ ആ ഒരു സ്ട്രെയിറ്റനിങ് എഫക്റ്റ് ഓൾറെഡി എൻ്റെ സ്ട്രെയിറ്റനിങ് മുടിയാണെങ്കിൽ കൂടെ ഈ ഒരു എഫക്റ്റ് സത്യം പറഞ്ഞാൽ ഞാൻ നേരിട്ട് കാണുമ്പോൾ നല്ലോണം അറിയുന്നുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ സ്തംഭിച്ച് ഇങ്ങനെ നിന്നത്. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഈ ഒരു മാസ്ക്. കെരാറ്റിൻ ഹെയർ മാസ്കിന്റെ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് കമന്റ് ചെയ്യാൻ മറക്കരുത്. വീട്ടിൽ പ്രിപ്പയർ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് എങ്ങനെ ഉണ്ടായിരുന്നു കൂടെ ഉള്ളത് കമന്റ് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ നെക്സ്റ്റ് വീഡിയോ സ്കിൻ കെയർ വേണോ, ഹെയർ കെയർ വീഡിയോ വേണോ, അല്ലെങ്കിൽ ഹോൾ വീഡിയോസ് വേണോ എന്നുള്ളതും കൂടെ ഒന്ന് കമന്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ യൂസ്ഫുൾ വീഡിയോസിൽ നമ്മൾ ഇനിയും കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.